എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് പൊറ്റേക്കാട്, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ബൈ മനോജ്. എൻ്റെ യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങളെൻ്റെ നല്ല സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഹെൽത്തിനെയും ബ്യൂട്ടീനെയും കുറിച്ചിട്ടുള്ള കാര്യങ്ങളും പിന്നെ പൊതു കാര്യങ്ങളും നമ്മളുടെ സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് അതിൽ ഞാൻ റീൽസായി ഇടുന്നത്. അതുപോലെ തന്നെ ഇന്ന് ബ്യൂട്ടീനെ കുറിച്ച് പറഞ്ഞിട്ട് കുറേ നാളുകളായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്യൂട്ടീനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ എന്തായാലും ബ്യൂട്ടി ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ഹെൽത്ത് സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ നന്നായി നടക്കുക എന്നുള്ളത്. വൃത്തിയായി നടക്കുക, നീറ്റായി നടക്കുക, സ്ട്രൈറ്റായി നടക്കുക, ചിരിക്കാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മളുടെ മേക്കപ്പിനും അല്ലെങ്കിൽ നമ്മുടെ ഹെയർ സംരക്ഷണത്തിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാക്സിമം നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ്, ഏറ്റവും വില കൂടിയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുകൂടാതെ നമ്മളൊരു സാധനം ഉപയോഗിച്ച് അതിൽ റിസൾട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ആക്കുന്നൊരു സ്വഭാവത്തിലേക്ക് വരാതിരിക്കുക. പിന്നെ സോപ്പ് നമ്മൾ ശരീരത്തിൽ തേക്കുക എന്നല്ലാണ്ട് മുഖത്ത് തേച്ച് കഴുകാൻ ശ്രമിക്കില്ല. എപ്പോഴും ഫേസ് വാഷ് അങ്ങനെയുള്ള നല്ല കമ്പനികളുടെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതേമാതിരി നമ്മുടെ സൺസ്ക്രീം ഉപയോഗിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിന്ന്, അതേമാതിരി ഹെയർ അല്ലെങ്കിൽ ഫേസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വൃത്തിയായിട്ട് സ്മൂത്തായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട, ഭംഗിയായി കൊണ്ട് നടക്കുന്ന ഏരിയകളാണ്. അതേമാതിരി നമ്മുടെ കാല്, അതേമാതിരി എല്ലാ കാര്യങ്ങളും നമ്മളൊരു വീട് പണിത് അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു കാറ് മേടിച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ കാറ് മേടിക്കുമ്പോൾ അതിൻ്റെ മെയിൻ്റെനൻസ് ഉണ്ടാവില്ല. വയസ്സാവും തോറും നമ്മൾക്ക് വരുന്ന കേടുപാടുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും വയസ്സായതായിട്ട് നമുക്ക് തോന്നുകയില്ല. മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ നല്ല ആരോഗ്യത്തോടും സൗന്ദര്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളുടെ സൗന്ദര്യവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആക്കുന്ന സ്വഭാവം മാറ്റുക. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഉപയോഗിച്ച് നമ്മളെപ്പോഴും ഒരുങ്ങി ചമഞ്ഞ് ആരോഗ്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നടക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം, താങ്ക് യു.